റബ്ബർ വില റെക്കോർഡിലേക്ക് അടുക്കുമ്പോൾ മഴക്കാല ടാപ്പിംഗ് സജീവമാക്കാൻ ഒരുങ്ങുകയാണ് റബ്ബർ കർഷകർ. ടാപ്പിംഗിനായി റബ്ബർ മരങ്ങൾക്ക് മഴമറ സ്ഥാപിക്കുന്ന തിരക്കിലാണ് പലരും. കുത്തനെ മേലോട്ട് കുതിക്കുമ്പോൾ മഴക്കാല ടാപ്പിംഗിനായി റബ്ബർ മരങ്ങൾക്ക് മഴമറ സ്ഥാപിക്കുന്ന ഓട്ടത്തിലാണ് വൻകിട ചെറുകിട റബ്ബർ കർഷകർ. 4ാം തരം റബ്ബറിന് കിലോഗ്രാമിന് ഇപ്പോൾ 260 രൂപയാണ് വർദ്ധിച്ചത്. മഴക്കാല ടാപ്പിംഗും ഇനി സജീവമാകും. വേനൽ ചൂടായതുകൊണ്ട് കഴിഞ്ഞ 2 മാസമായി ഭൂരിഭാഗം റബ്ബർ തോട്ടങ്ങളിലും റബ്ബർ ടാപ്പിംഗ് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ റബ്ബർ വില റെക്കോർഡിലേക്ക് കുതിക്കുമ്പോഴും റബ്ബർ കർഷകർക്ക് അതിന്റെ പ്രയോജനമൊന്നും ലഭിക്കുന്നില്ല. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ കാലവർഷം എത്തുമെന്ന മുന്നറിയിപ്പ് വന്ന സാഹചര്യത്തിലാണ് റബ്ബർ മരങ്ങൾക്ക് മഴമറ സ്ഥാപിക്കുന്നതിലേക്ക് കർഷകർ കടന്നത്. വില ഉയർന്ന പ്രതീക്ഷയിൽ മഴമറ സ്ഥാപിച്ച് ടാപ്പിങ്ങിന് തയ്യാറെടുത്താൽ വിലവർദ്ധനവ് നിലനിൽക്കുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട്. മഴമറ സ്ഥാപിക്കുന്നതിനുള്ള പ്ലാസ്റ്റിക്, പശ ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധനവ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് ഈ മേഖലയിൽ വർഷങ്ങളായി ജോലി ചെയ്തു വരുന്ന ഇടിവെണ്ണ സ്വദേശി കുട്ടിയച്ചൻ പറയുന്നു. മഴ പെയ്തോട് കൂടിയിട്ട് ഇപ്പോൾ പ്ലാസ്റ്റിക് ഇടിയിൽ തകൃതിയായിട്ട് നടക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് നമ്മുടെ പ്ലാസ്റ്റിക് ഇടാനുള്ള തൊഴിലാളികൾ നമുക്ക് കിട്ടുന്നില്ല. പുതിയ പിള്ളേരാരും ഈ മേഖലയിലേക്ക് പണിയെടുക്കാനായിട്ട് വരുന്നില്ല. പഴയ ആൾക്കാർ തന്നെയുള്ളൂ. എല്ലാ ഏജ് ഒരു 50-55 ഏജിന് മേലോട്ടുള്ളവരെ ഇപ്പോൾ ഈ കൂടുതൽ പണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു വലിയ മരങ്ങളിൽ കയറാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ട്. സ്വാഭാവികമായിട്ടും ഈ വില കൂടിയതുകൊണ്ട് റബ്ബർ ഷീറ്റ് വില ഇപ്പോൾ 160 എത്തിയിട്ടുണ്ട്, 260 എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാ മുതലാളിമാരും ഇത് മഴമറ സ്ഥാപിക്കുന്നതിൻ്റെ ഉത്സാഹത്തിലാണ്. പക്ഷേ തൊഴിലാളികൾ കമ്മി. അസംസ്കൃത വസ്തുക്കളുടെ വില കൂടിയതുകൊണ്ട് ഈ ഷീറ്റ് വില വർദ്ധിച്ചതിന്റെ ഉപകാരം മുതലാളിമാർക്ക് ഇപ്പോൾ കിട്ടാത്തൊരവസ്ഥയാണ്. റബ്ബർ മറയിടുന്ന തൊഴിലാളികളുടെ ക്ഷാമം വലിയ പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ടെങ്കിലും മേഖലയിലെ തൊഴിലാളികൾ സജീവമാണ്. 25,000-ലേറെ ചെറുകിട റബ്ബർ കർഷകർ മലപ്പുറം ജില്ലയിലുണ്ട്. നിരവധി റബ്ബർ എസ്റ്റേറ്റുകളുമുണ്ട്. മഴക്കാല ടാപ്പിംഗ് സജീവമായാൽ ടാപ്പിംഗ് തൊഴിലാളികൾക്കും അതൊരാശ്വാസമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.